സൗദിയുടെ വ്യവസായ കുതിപ്പിന് ഊർജം നൽകിയതായിരുന്നു റോയൽ കമ്മീഷനുകൾ. സൗദിയുടെ GDP-യിലേക്ക് നല്ലൊരു പങ്ക് വരുമാനം കൊണ്ടുവരുന്നത് ഈ റോയൽ കമ്മീഷനുകൾ വഴിയാണ്. ഇന്നിപ്പോൾ 50-ാം വാർഷികാഘോഷത്തിലാണ് റോയൽ കമ്മീഷൻ. ഫൈസൽ രാജാവിൻ്റെ കാലത്താണ് സൗദിയുടെ വ്യാവസായിക വളർച്ച ലക്ഷ്യം വെച്ച് വ്യവസായ നഗരങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സൗദി അറേബ്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്. എണ്ണ ഖനന മേഖലയായ കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിലും ചെങ്കടൽ തീരത്തെ യാംബുവിലും ഖാലിദ് രാജാവിന്റെ കൽപ്പന പ്രകാരം അങ്ങനെ 1975 സെപ്റ്റംബർ 21-നാണ് റോയൽ കമ്മീഷന് തറക്കല്ലിട്ടത്. റോയൽ കമ്മീഷൻ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഫഹദ് രാജാവിൻ്റെയും കാലത്താണ്. അതിൻ്റെ ആദ്യ പ്രസിഡന്റായി അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. ഇന്ന് ആഗോളതലത്തിൽ തന്നെ മറ്റ് വ്യവസായ നഗരങ്ങൾക്ക് ജുബൈലും യാംബുവും അതിൻ്റെ വ്യതിരിക്തത കൊണ്ട് മാതൃകയാണ്. യാംബു, ജുബൈൽ റോയൽ കമ്മീഷന് കീഴിൽ ഇന്ന് 4 വ്യവസായ നഗരങ്ങളാണ് ഉള്ളത്. 1 ജുബൈൽ, 2 യാംബു, 3 റാസ് അൽ ഖൈറിലെ ഖനന വ്യവസായ നഗരം, 4 ജീസാൻ വ്യവസായ നഗരി. മലയാളികളടക്കം നിരവധി പേർ ഇന്നതിൽ ഭാഗമാണ്. റോയൽ കമ്മീഷന് കീഴിൽ നേരിട്ടും അതിൻ്റെ സബ് കോൺട്രാക്ടിംഗ് മേഖലയിലുമായി ആയിരക്കണക്കിന് പ്രവാസികളുണ്ട്. പാലക്കാട് സ്വദേശിയായ മനോജിൻ്റെ അനുഭവം 30 വർഷത്തോളം നീണ്ടതാണ്. ഫോർ ദ ലാസ്റ്റ് 35 വർഷം റോയൽ കമ്മീഷൻ്റെ മാറ്റങ്ങൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ മാറ്റങ്ങളും നമ്മുടെ മുമ്പിൽ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. പല മാറ്റങ്ങളും, അത് റെസിഡൻഷ്യൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ, ഷോപ്പിംഗ് മാൾസ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റികൾ, ഇതിലെല്ലാം ഉപരി റെഡ് സീനോട് ചേർന്ന് നടക്കുന്ന റോയൽ കമ്മീഷൻ്റെ ബീച്ച്, അത് ആൾമോസ്റ്റ് ഒരു 30-35 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നൊരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ബീച്ചാണ് റോയൽ കമ്മീഷനുള്ളത്. ഈ ഒരു എക്സ്പാൻഷൻ എല്ലാം നടന്നത് ലാസ്റ്റ് ഒരു 25-30 വർഷത്തിനുള്ളിലാണ്. റോയൽ കമ്മീഷന്റെ 50 വർഷത്തെ പ്രയാണം പൂർത്തിയാക്കിയ വർഷമാണിത്. ഖനന മേഖല വികസിപ്പിക്കാൻ റാസ് അൽ ഖൈർ ഇൻഡസ്ട്രിയൽ സിറ്റി ഇന്ന് സജീവമാണ്. ഇതോടൊപ്പം ജീസാനിലെ വ്യവസായ നഗരവും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നു. ഈ 19 വർഷം റോയൽ കമ്മീഷൻ വർക്ക് ചെയ്ത് പല ടൈപ്സ് ഓഫ് ആൾക്കാർ, സൗദി ആൻഡ് നോൺ സൗദി ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ നമുക്ക് അവരുടെ ഇൻഫർമേഷൻ, അവരുടെ രാജ്യത്തെ കൾച്ചർ, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയുകയും ചെയ്യാം. പിന്നെ ഒരു ഗവൺമെൻറ് സ്റ്റൈൽ വർക്കിംഗ് ആയതുകൊണ്ട് ഇവിടുത്തെ സൗദികളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നമുക്കൊരു വർക്ക് ഫ്ലെക്സിബിലിറ്റി, ഒരു ഫ്രീഡം ഓഫ് വർക്ക്, പിന്നെ ഒരു ഫ്രണ്ട്ലി നേച്ചർ ആയതുകൊണ്ട് നമുക്കൊരു സ്ട്രെസ് ഇല്ല. സ്ട്രെസ് ഫ്രീ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോയൽ കമ്മീഷൻ ബേസിക്കലി ദേ മാനേജ് ആൻഡ് പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ സിറ്റീസ് ത്രൂ ഔട്ട് സൗദി അറേബ്യ. ഇപ്പോൾ 5 സിറ്റീസ് ഉണ്ട്. അതിൽ റിയാദ്, ജുബൈൽ, റാസ് അൽ ഖൈർ, യാൻബു ആൻഡ് ജിസാൻ. ജിസാനാണ് ലാസ്റ്റ് അഡീഷൻ. 2019 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഇവരുടെ 50th ഇയർ ഇപ്പോൾ നടക്കുമ്പോഴത്തേന് ഇപ്പോൾ അവരുടെ ഏറ്റവും മെയിൻ ഫോക്കസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ റാസ് അൽ ഖൈർ ആൻഡ് ജിസാനാണ്. പ്രകൃതി വിഭവങ്ങളുടെയും മനുഷ്യവിഭവങ്ങളുടെയും കൃത്യമായ ആസൂത്രണം കൊണ്ടും ഉപയോഗം കൊണ്ടും സുസ്ഥിരമായ വികസനം റോയൽ കമ്മീഷന് കീഴിലുള്ള എല്ലാ നഗരങ്ങളിലും ദൃശ്യമാണ്. കഴിഞ്ഞ 50 വർഷത്തെ സൗദിയുടെ ചരിത്രത്തിൽ റോയൽ കമ്മീഷൻ ഒരു മാസ്റ്റർ പീസ് പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് റോയൽ കമ്മീഷൻ സ്റ്റാഫിംഗ്. അവർ നമ്മളോടുള്ള അവരുടെ പെരുമാറ്റങ്ങൾ, ബഹുമാനങ്ങൾ, അവർക്ക് നമ്മളോട് തരുന്ന ആദരവുകൾ, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരാളെ അവർ ഇതുവരെ മുഷിപ്പിക്കുക അങ്ങനെയുള്ളതില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കാം. പക്ഷേ എടുത്തു പറയേണ്ടത് അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. അവർ നമ്മളോടുള്ള പെരുമാറ്റങ്ങൾ, അത് എനി ലെവൽ, മാനേജർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, DGകളായിക്കോട്ടെ, ആരായാലും ദ വേ ദേ ആർ ട്രീറ്റിംഗ് അസ് ഒരു എക്സെപ്ഷണൽ ലെവലിലാണ്.
ദ ഫ്യൂച്ചർ അവർ റിയാലിറ്റി എന്ന ടാഗ് ലൈനിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് 50-ാം വാർഷികം ആഘോഷിക്കാനായി റോയൽ കമ്മീഷൻ പദ്ധതിയിട്ടിരിക്കുന്നത്. 2175 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന റോയൽ കമ്മീഷനിൽ 20 പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രികളും 700 വ്യവസായശാലകളും 600 പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഉൾപ്പെടെ മൊത്തം 1329 ബില്യൺ സൗദി റിയാലിന്റെ നിക്ഷേപമുണ്ട്. റാസൽ ഖൈറിലും ജീസാനിലും നിലവിൽ പ്രത്യേക സാമ്പത്തിക മേഖലകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇവിടേക്ക് ലക്ഷ്യം വെക്കുന്നു. റോയൽ കമ്മീഷൻ ബേസിക്കലി ഒരു ഡെവലപ്പറാണ്. സിറ്റിയെ ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററിന് വേണ്ടിയുള്ള എല്ലാം ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രൗണ്ട് ഡെവലപ്മെൻറ്റ്, അവരുടെ സെക്യൂരിറ്റി ഇതെല്ലാം പ്രൊമോട്ട് ചെയ്ത് അവർക്കൊരു ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്ത് എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് സൗദി അറേബ്യയുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള എല്ലാ ഡെവലപ്മെൻറ്റും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ് റോയൽ കമ്മീഷൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ലോകത്തിലെ പല രാജ്യത്തു നിന്നും ഇവിടെ വന്ന് ഫാക്ടറീസ് തുറക്കുന്നുണ്ട്. അതുപോലെ ജിസാനിൽ ഇപ്പം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പല ഫാക്ടറീസ് ഓൾറെഡി ഉണ്ട്, ഇനി ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ 50th ഇയറിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്, അവരൊത്തിരി ഡെവലപ്പായിട്ടുണ്ട്. ഇനിയും മുമ്പിലോട്ട് അവരങ്ങനെ ബൂസ്റ്റ് 2030 വിഷൻ ഗോളായിട്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് RCയെ കുറിച്ച് പറഞ്ഞാൽ. ഇത്തരം ഒരു ഫ്രണ്ട്ലി ഏരിയ നമുക്ക് വർക്ക് ചെയ്യാൻ വേറെ ഒരിടത്തും കിട്ടത്തില്ല. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ലാസ്റ്റ് 18 years. റോയൽ കമ്മീഷൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഓഫ് ജുബൈൽ ആൻഡ് യാംബു വഴിയാണ് സൗദിയിൽ നിന്നുള്ള 60% കയറ്റുമതിയും ചെയ്യുന്നത്. GCCയിലെ 65% നിക്ഷേപം വരുന്നതും ഇവിടെയാണ്. സൗദി GDPയുടെ 12% 10 വർഷം മുന്നേ തന്നെ ലഭ്യമാക്കിയതും റോയൽ കമ്മീഷന്റെ ഈ സിറ്റികളാണ്. ലോകത്തിലെ 10% പെട്രോ കെമിക്കലും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനിങ് ഹബ്ബുകളിൽ 3-ാം സ്ഥാനം 10 വർഷം മുമ്പേ റോയൽ കമ്മീഷന്റെ ഈ വ്യവസായ നഗരികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ, പെട്രോ കെമിക്കൽ, മിനറൽ കമ്പനികളാണ് ഈ മേഖലയിൽ ഭൂരിഭാഗവും. പരിസ്ഥിതി ആഘാതം കുറക്കാൻ കണ്ടൽക്കാടുകൾ നട്ടും പച്ചപ്പ് ഉറപ്പാക്കിയും അവയിൽ ഉന്നത നിലവാരം ഉറപ്പാക്കിയുമാണ് ഈ നഗരങ്ങൾ ഓരോ സമയവും വളരുന്നത്. ഇവിടെ വരുന്നവർക്ക് അത് ബോധ്യപ്പെടും. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ജീവനക്കാർക്കുള്ള സൗകര്യവും ഒരുക്കുന്നത്. ഒപ്പം വിദ്യാഭ്യാസ, സാമൂഹിക ആരോഗ്യ മേഖലയിലും ആ ഉയർച്ചയുടെ മാറ്റങ്ങൾ കാണാം.